ഹായ് മക്കളെ, നീറ്റ് ജെഇ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച കുട്ടികളുടെ ഏറ്റവും വലിയ കൺഫ്യൂഷനാണ്, സാറേ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണോ അല്ലെങ്കിൽ ഡേ സ്കോളർ ആവണോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചാൽ മതിയോ എന്നുള്ളത്. ആൻഡ് ഈ ഒരു കൺഫ്യൂഷൻ കാരണം ഇതുവരെ നീറ്റ് ജെഇ റിപ്പീറ്റ് എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത ഒത്തിരി കുട്ടികളുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയനാണ് പറയുന്നത്. എന്തായാലും എന്തുണ്ടാവും, എല്ലാത്തിനും എന്താണ് അതിൻ്റെതായ ഗുണവും ദോഷങ്ങളും ഉണ്ടാവും അല്ലേ. അത് കമ്പയർ ചെയ്തിട്ട് എങ്ങനെ ഈ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ നീറ്റ് ജെഇ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു റേസ് ആണ്. ആ രീതിയിൽ തന്നെ ദിസ് ഇസ് എ റേസ്, അതായത് ഒരു ഓട്ട മത്സരമായിട്ട് നിങ്ങൾ കരുതുക. ഓട്ട മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ ഒന്ന് ആദ്യം ഓടി തുടങ്ങുക എന്നുള്ളത്, ആ നേരത്തെ തുടങ്ങിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതാണ് ഓട്ട മത്സരം ജയിക്കാനുള്ള ഒന്നാമത്തെ പാർട്ട് അല്ലേ. അതായത് ഞങ്ങളെ ഫസ്റ്റ് ബാച്ച് മെയ് 8-ാം തീയതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ കുറേ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എത്തിപ്പിടിക്കണം, കൂടുതൽ സ്പീഡിൽ ഓടണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, ഒന്നാമത്തെ കാര്യം. അത് ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഓക്കെ, നമ്മളെല്ലാവരും ഒരേ സമയത്ത് ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഓട്ടത്തിൽ ആരാണ് ഫസ്റ്റ് എത്തുക എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. ശരിയല്ല? അതായത് ഉസൈൻ ബോൾട്ട് ആ ഒരു 10 സെക്കൻഡിൽ എല്ലാവരെയും പിന്തള്ളി ഒന്നാമത് എത്തുന്ന എന്താ, അവൻ അതിനു മുന്നേ നടന്ന 1 വർഷത്തോളം നീണ്ടു നിന്ന അവൻ്റെ പ്രാക്ടീസ് അല്ലേ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെഇ ആണെങ്കിൽ ജാനുവരി ലാസ്റ്റ് വീക്കിലും, നീറ്റ് ആണെങ്കിൽ മെയ് 3, അടുത്ത നീറ്റ് നിങ്ങൾ മെയ് 3-നും, മെയ്യിൽ ആദ്യത്തെ ഞായറാഴ്ച 2026 മെയ് 3-നും നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു വർഷം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് അല്ലേ. ക്ലിയർ അല്ലേടാ അല്ലേ? അപ്പം അതെന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്ത് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് മുന്നിലെത്തുക. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ മാക്സിമം ഒരു 2000 ആ ഒരു ഓട്ട മത്സരത്തിൽ ടോപ്പ് 2000-ൽ നിങ്ങൾ എത്തണം. നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും. അങ്ങനെ മാത്രമേ എന്തുള്ളൂ, MBBS സീറ്റോ അല്ലെങ്കിൽ NIT IIT പോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ആ ഒരു പർപ്പസാണ് ഇതിൻ്റെ എൻ്റയർ തിങ്. നിങ്ങൾ എല്ലാ ഡിസിഷൻ എന്തായിരിക്കണം, കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എല്ലാത്തിലും പറയുന്ന കാര്യമാണ്, പക്ഷേ നീറ്റ് ജെഇനെ സംബന്ധിച്ചിടത്തോളം 75% എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത് നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങളാണെന്ത് ഇതിലെ ഹീറോ എന്ന് പറയുന്നത്. ആ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഏത് കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ടോ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാലോ ഓൺലൈനായി പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നിങ്ങളുടെ എഫേർട്ടാണ് മോസ്റ്റ്. ബാക്കി 25% നിങ്ങൾ കോച്ചിങ് സെൻറ്ററിലും എത്ര നല്ല ക്ലാസ് ആണെങ്കിലും എത്ര നല്ല ഹോസ്റ്റലാണെങ്കിലും ഒക്കെ എന്താണ് 25% റോളുള്ളൂ. 75% എന്താണ് നിങ്ങളുടെ എഫേർട്ടാണ്. സോ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഹോസ്റ്റൽ വേണോ, ഡേ സ്കോളർ ആവണോ, ഓൺലൈൻ ആവണോ എന്ന് നോക്കുമ്പോഴും നിങ്ങൾ എന്താണ്, നിങ്ങളുടെ എഫേർട്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ മിക്കവാറും എന്തായിരിക്കും, ഹോസ്റ്റൽ ബാച്ചാണ് നല്ലതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഇതിലെന്തുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് അല്ലെങ്കിൽ ഒരു മോണിറ്ററി പാർട്ടും കൂടെ ഉണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഹോസ്റ്റൽ ഫീ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് ഒന്നും ഇല്ലാത്ത കേസാട്ടോ പറയുന്നത്. ഒരു ഫീസ് ഏകദേശം ഒരു 100K വരും. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 10 മാസം അല്ലെ 11 മാസം ഉണ്ടാവും. അതും ഒരു 100K വെക്കുകയാണെങ്കിൽ ടോട്ടൽ അറൗണ്ട് 200K എന്തുണ്ടാവും, ചിലവുണ്ടാവും. നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ. അതേ സ്ഥാനത്ത് ഡേ സ്കോളർ ആണെങ്കിലോ നിങ്ങൾ ഫീ മാത്രം കൊടുത്താൽ മതി. അത് അപ്രോക്സിമേറ്റ്ലി 100K ആണ് ഉണ്ടാവുക. ആൻഡ് ഓൺലൈനായിട്ടാണ് നമ്മൾ പഠിക്കുന്ന ഒരു 25 to 30K അല്ലെങ്കിൽ ആവറേജ് ഒരു 27K ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഓൾമോസ്റ്റ് 8 times എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ പൈസ കൂടുന്നുണ്ട് അല്ലേ. ശരിയല്ല? അപ്പം ഈ 2 കാര്യങ്ങളിൽ ഒരു ഇൻപിറ്റിവിനായിട്ടുള്ള ഒരു ഡിസിഷനാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇതൊരു ഓട്ട മത്സരമാണ്. ടോപ്പ് 2000-ലേക്ക് എത്താനുള്ള 75% നിങ്ങളെ കയ്യിലാണ്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്നത് എവിടെയാണ്, അതേപോലെ തന്നെ നിങ്ങളെ പാരൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇൻബിറ്റ്വീനാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എടുക്കേണ്ട കേസ്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പാർട്ടിലേക്ക് നോക്കാം. ഈ 75% എവിടെയാണ് നടക്കുക എന്നുള്ളത്. ഓക്കെ, ഹോസ്റ്റൽ ബാച്ചിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്ത്, ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുള്ള ആ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വൈറലായ ഒരു റീലുണ്ട്. നമ്മളെ ഹോസ്റ്റലിൽ ഒരു പയ്യൻ ഇങ്ങനെ എന്താണ് അവൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിക്കുക.
പഠിച്ചിട്ടില്ലേ പെണ്ണ് കിട്ടൂല എന്നുള്ളതാണ്. അതാണ് അവൻ്റെ മോട്ടിവേഷൻ. നല്ല മോട്ടിവേഷനാണ്, അത് സത്യമാണ്. ആ മോട്ടിവേഷൻ വർക്ക് ചെയ്യും കേട്ടോ. അപ്പം അതിപ്പോൾ എന്താണ് 10-25,000 ആൾക്കാർ വ്യൂസൊക്കെ ആയി. അപ്പം ഞാൻ ഇന്ന് രാവിലെ അവനെ പോയി കണ്ടപ്പോൾ അവന് ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, അവനൊരു വൈറലായ കാര്യം. അതാണ് എന്ത് ഹോസ്റ്റൽ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഗുണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, അതൊരു ലൈഫാണ്. അതായത് എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും പഠിക്കുന്നുണ്ടാവും, അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പഠിക്കാൻ തോന്നും. മൂന്നാമത്തെ കാര്യം എന്താണ്, എപ്പോഴും നമ്മൾ മോണിറ്റേർഡ് ആണ് എപ്പോഴും. അതായത് ഈ നീറ്റ് ജെയുടെ ഒക്കെ കേസിൽ പലപ്പോഴും എന്താ പല ചോദ്യങ്ങളും നമുക്ക് കിട്ടാത്തുണ്ടാവും. വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഹോസ്റ്റലിലിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടാത്തുണ്ടാവും. അപ്പോൾ വീട്ടിലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് തോന്നും, ഒന്ന് കിടന്നാൽ അല്ല ഒന്ന് ഇൻസ്റ്റ നോക്കിയാൽ. നിങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടാതാകുമ്പോൾ ഒന്ന് ഡീവിയേറ്റ്. അതൊന്നും എന്താണ് അവിടെ പോസിബിൾ അല്ല. പിന്നെ നമ്മളതുമായിട്ട് ശീലമായിക്കോളും. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നീറ്റോ ജെഇഒ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം നിങ്ങൾ എത്ര ചോദ്യം ചെയ്തു എന്നുള്ളത്. ഇപ്പം ഞാനായിക്കോട്ടെ, ബിലാൽ സാർ ആയിക്കോട്ടെ, പിന്നെ ഷിനാസ് സാർ ആയിക്കോട്ടെ, മാത്സിൻ്റെ നിഷാദ് സാർ ആയിക്കോട്ടെ, ആരാണെങ്കിലും എന്താണ് എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ അത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പം അതാണെന്ത് ഹോസ്റ്റൽ ലൈഫിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് മോർ ഫോക്കസ്ഡ് ആയിട്ട് എന്താ പറയുക മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഹോസ്റ്റൽ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട്, ഫിനാൻസ് പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതല്ലാതെ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വീടിൻ്റെ ഒരു സുഖമൊന്നും കിട്ടൂല. വീട്ടിലിപ്പോൾ എന്താ ഇന്ന് രാവിലെ പൂരിയാന്ന് ഉമ്മ പൂരി എന്നാൽ പുട്ടുണ്ടാക്കി തരും. പക്ഷേ അവിടെയൊക്കെ എന്താണ് ഒരു മെനു ഉണ്ട്, ആ മെനുവേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം എജു പോർട്ടലൊക്കെയാണ് ആ മെനു ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നമ്മളെപ്പോൾ ബ്രെഡും ജാമും പ്രൊവൈഡ്, അതിലപ്പുറം എന്തില്ല നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ പറയാം നാളെ ബീഫ് വാങ്ങിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഉണ്ടായി തരും. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതൊരു കമ്മ്യൂണിറ്റിയാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങളെ വീട്ടിൽ അടച്ചുറപ്പുള്ള റൂമിൽ നിന്ന് ഫുള്ള് ബന്ധാക്കി പഠിക്കലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവാം. പക്ഷേ അതൊന്നും എന്തില്ല ഹോസ്റ്റലിൽ നടക്കുക. അങ്ങനത്തെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യണം നമുക്ക് വേണം. ഇതാണ് ഹോസ്റ്റൽ ലൈഫിൻ്റെ ഗുണവും ദോഷവും. ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഓൺലൈൻ ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് യു ക്യാൻ ലേൺ ഇൻ യുവർ ഓൺ പേസ് എന്നുള്ളത് തന്നെയാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് കുറച്ച് പഠിച്ച് കുറച്ച് ബ്രേക്ക് എടുത്ത് അങ്ങനെയൊക്കെ പഠിക്കുക. ഹോസ്റ്റലാകുമ്പോൾ എന്തുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് വരിക എന്നുള്ളൊരു നിർബന്ധ പാർട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, ഒരു പോസ് ചെയ്ത് ആ ഒരു സാധനമല്ലേ, അതും എന്താണ് നിങ്ങൾക്ക് ഗുണമാണ്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താ, ഒരു സംശയമില്ല, അത് ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരുപാട് ടൈപ്പുണ്ട്. ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് യൂട്യൂബ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഓൺലൈനായി പഠിക്കില്ല, അത് പഠിക്കുകയും ചെയ്യരുത്. കാരണം എന്താ, ചില ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ആയിരിക്കും നല്ലത്. പക്ഷെ യൂട്യൂബ് നിങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഷോർട്സ് വരും, വേറെ പല റീലും വരും, നിങ്ങൾ ഒരുപാട് സമയം അവിടെ പോകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ആരും മോണിറ്റർ ചെയ്യാനില്ലാത്തതുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയാൽ ഉമ്മ അടിക്കൊന്നുമില്ല, പാവം ഇന്നലെ ലേറ്റായി കിടന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ എന്താണ് നമ്മളെ സമയം നഷ്ടമാനുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, വീട്ടിൽ ഉമ്മ ഇപ്പം അടിയുണ്ടാക്കുക, അല്ലെ അച്ഛനമ്മ അടിയുണ്ടാക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും, അന്ന് നമുക്ക് പഠിക്കാനാവില്ല. അല്ലെ എന്തെങ്കിലും കാരണത്താൽ ഉമ്മ എന്ത് ചെയ്തു, ഒന്ന് ഒച്ച വെച്ചാൽ മതി, അന്ന് നിങ്ങൾക്ക് എന്തായിരിക്കും പഠിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അല്ലെ ചിലപ്പോൾ നമ്മൾ അനിയത്തിയായിട്ട് ഒന്നും മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞാൽ മതി, സംഭവം ഓള് മിണ്ടാതിരുന്നിട്ടുണ്ടാവും, പക്ഷെ അപ്പോഴും എന്തായിരിക്കും നമ്മളെ മൂഡ് പോയിട്ട്. അങ്ങനെയുള്ള കുറേ ഡിസ്ട്രാക്ഷൻ സാധനങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് സാധനങ്ങൾ ഓൺലൈനിൽ വരാൻ പറ്റും. പക്ഷെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ, ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഒരുപാട് പൈസ നിങ്ങളെ പാരൻസിന് വേണ്ടി ലാഭിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണെന്ത് ഓൺലൈനിൻ്റെ കേസ്. ഇനി ഡേ സ്കോളർ ആകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുക. ഞാൻ പേഴ്സണലി നമുക്കും ഡേ സ്കോളർ ബാച്ചൊക്കെ ഉണ്ടെങ്കിലും അത്ര സജസ്റ്റ് ചെയ്യാത്ത കാരണമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുന്നുണ്ട് 75% നിങ്ങൾ എഫേർട്ട്. ആ എഫേർട്ട് ഇടുമ്പം ഈ ഓൺലൈനിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്തുണ്ട്, നിങ്ങൾക്ക് ഡേ സ്കോളേഴ്സിനുണ്ട്. ഓക്കെ, ഫീസ് ആണെങ്കിലോ കൂടുതലുമാണ് അല്ലേ, 1000. അപ്പം നിങ്ങൾ ഇതിനേക്കാൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പാർട്ട് എന്താ വെച്ചാൽ, നിങ്ങൾ ഓൺലൈൻ പൈസ ലാഭിക്കലാണ് നിങ്ങളുടെ ഇതെങ്കിൽ, അതായത് നിങ്ങൾ ക്ലാസ് റൂമിൽ വന്നാൽ ഏറ്റവും വലിയൊരു സംഭവം, നിങ്ങൾക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല. നിങ്ങൾ അന്ന് ഇരുന്നാലും നിങ്ങൾ പഠിക്കും. അല്ലെങ്കിൽ ഓൺലൈൻ ഷെഡ്യൂളൊക്കെയാണ് എന്താ, നാളെ ആക്കാം നിങ്ങൾ മാറ്റി വെക്കും. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. ഓൺലൈനായിട്ട് വീഡിയോ കാണുമ്പോൾ എന്താ പറയുക, ഞാൻ പഠിക്കൂല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഡേ സ്കോളർ ആവുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വീട്ടിലിരുന്ന് പഠിക്കുമ്പം ഓൺലൈനിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്തുണ്ട്, ഡേ സ്കോളറിനുണ്ട്. ഈ ഹൈബ്രിഡ് ബാച്ചിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എവിടെയാണ് വരുന്നത്, ഇത്രയും വീഡിയോസ് കണ്ടു തീർക്കും, നാളെയാക്ക് എന്നുള്ള പ്രശ്നം വരും. അപ്പം എന്താണ്, അവിടെയാണ് എന്തുള്ളത്, നിങ്ങളുടെ ഡേ സ്കോളറിനെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്.
അത് ഏത് വേണമെന്നുള്ളത് നമ്മൾ അടുത്ത പാർട്ട് ഫിനാൻസും കൂടെ വെച്ചിട്ടാണ് അല്ലേ നമ്മൾ തീരുമാനിക്കുക. ഫിനാൻസിൻ്റെ കേസിൽ എടാ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ഉണ്ട്. മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ ഒരൊറ്റ ചോദ്യമുള്ളൂ, അഫോർഡബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അതായത് 2 ലക്ഷം ഒരു വർഷം അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉള്ള വളരെ കുറച്ച് ആൾക്കാരെ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. ഘട്ടം ഘട്ടമായി അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് എന്ത് ചെയ്യാണ് പല പാരൻസ് ഇതിനെ പോകുന്നത്. അപ്പം അഫോർഡബിൾ ആണോ എന്നുള്ള ചോദ്യം അല്ലാന്നാണ് നിങ്ങൾ ഓൺലൈൻ എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ROI കൂടി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ് നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി. അതായത് ഒരു റിച്ച് മെൻറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവരെപ്പോഴും എന്ത് ചെയ്യും, ROI കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പം 2 ലക്ഷം ഇട്ടാൽ പിന്നെ എന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഹോസ്റ്റലിൽ സ്കിപ്പ് ചെയ്തു, പൈസ ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ പഠിച്ചു. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമില്ലാത്ത സ്കോർക്ക്, നിങ്ങൾ നല്ല എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഒരു കഴിഞ്ഞ വർഷത്തെ നീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 540 മാർക്ക് കിട്ടിയെന്നിരിക്കാം. പക്ഷേ ആ വർഷത്തെ ഗവൺമെൻറ് MBBSൻ്റെ കട്ട് ഓഫ് 541 എല്ലാ വർഷവും ഇതുണ്ടാവും. എനിക്ക് പരിചയമുള്ള ഒരുപാട് കുട്ടികൾ ഇങ്ങനെ സംഭവിച്ചു. ജസ്റ്റ് തൊട്ട് താഴെ എന്ത് ചെയ്യും, നിങ്ങൾ അവസാനിച്ചെന്ന് എഴുതുക ഗവൺമെൻറ് MBBSൻ്റെ കട്ട് ഓഫ്. പിന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താ, നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അതായത് ഇതാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ ഏത് പ്രൈവറ്റ്, ഇപ്പം KMCT MES അങ്ങനത്തെ കുറേ മെഡിക്കൽ കോളേജുകളില്ലേ, അവിടെ നിങ്ങൾക്ക് പഠിക്കാം. അവിടുത്തെ ഫീസ് എത്രയാണെന്നറിയോ? അവിടുത്തെ ഫീസ് ഒരു വർഷം 8 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ്. 5 വർഷത്തേക്ക് 40 ലക്ഷം. ഹോസ്റ്റലൊക്കെ വേറെ കേട്ടോ. അതായത് നിങ്ങൾ ഇവിടെ ഏകദേശം 1.25 ലക്ഷം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾ ഒരു 40 ലക്ഷം ഏറ്റവും മിനിമം വേർത്ത് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സീറ്റിനെ കുറിച്ചോ NRI സീറ്റിനെ കുറിച്ചോ അല്ല കേട്ടോ, 40 ലക്ഷം ഏറ്റവും കുറച്ച് വേർത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഒരു പക്ഷേ മിസ് ചെയ്യുന്നുണ്ടാവുക. അതെന്ത് ചെയ്യണം, നിങ്ങളെ പാരൻസും ആലോചിക്കേണ്ട കാര്യം. ഇനിയിപ്പം JEEയുടെ കേസ് എടുക്കാം. JEEയുടെ കേസിൽ വളരെ സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ നന്നായി പഠിച്ചു, CET കിട്ടി, NIT മിസ്സായി, IIT മിസ്സായി, അല്ലെ നേരെ തിരിച്ച് IIT മിസ്സായി NIT. ഇവിടുത്തെ ഒരു ആവറേജ് ഇയർലി ആനുവൽ പാക്കേജ് എന്ന് പറയുന്നത് CET 5 lakh ആണെങ്കിൽ NIT 10 lakh ആണ്, IIT ഒരു ആവറേജ് 20 lakh ഉണ്ടാവും. അതായത് നിങ്ങൾ ഹോസ്റ്റലിൽ പഠിച്ചിട്ട് NIT കിട്ടുമായിരുന്ന നിങ്ങൾ ഓൺലൈൻ പഠിച്ചിട്ട് CETയിലാണ് നിങ്ങൾ എത്തിയതെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ആ പൈസ നിങ്ങൾക്ക് നഷ്ടം. ഇത് ലൈഫ് ലോങ് ആ ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ, ലൈഫ് ലോങ് എന്തുണ്ടാവും ആ ഗ്യാപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ IIT കിട്ടേണ്ടത് നിങ്ങൾ NITയിൽ എത്തിപ്പോലെ ആ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ആ അഫോർഡബിലിറ്റി ശരിക്കും നിങ്ങൾ ROI ബേസ്ഡ് ആയിട്ട് ചെയ്യണം. കാരണം ഒരുപാട് പാരൻസ് എനിക്കറിയാം എങ്ങനെ നോക്കിയാലും സാർ അത് പറ്റൂല എന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്തായാലും ഓൺലൈൻ. പിന്നെ ചില ആൾക്കാർക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്നതാണ് നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുക്കണം. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ പറയേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട ഘടകം, നിങ്ങൾ അച്ഛനോടും അമ്മേനോടും പറയേണ്ട കാര്യം, അച്ഛാ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മെച്ചം, ഞാനിത് എന്തായാലും നേടിത്തരുമെന്ന് പറയുകയും തീരുമാനിക്കുകയും മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തും കൂടെ ചെയ്യണം, അതിനു വേണ്ടി ഒരു വർഷം ഹോസ്റ്റലിൽ നിങ്ങൾ പഠിക്കുകയും വേണം. ക്ലിയർ അല്ലേ? സോ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് തീരുമാനങ്ങളാണ് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ 3 ഓപ്ഷൻസ് നിങ്ങളെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിലേതാണ് നിങ്ങൾ എടുക്കുന്നതെന്നുള്ളത് ജസ്റ്റ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പം ബൈ.